നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ മന്ത്രി വീണ ജോർജിന് സൈബറിടത്തിൽ പൂര തെറിവിളിയാണ്. ആരോഗ്യ വകുപ്പിൽ കയറിയിട്ട് വിവാദമുണ്ടാകുമ്പോൾ മാത്രം കേരളം ഓർക്കുന്ന പേരാണ് വീണ ജോർജ്. അല്ലാതെ കേരളത്തിനൊരു ആരോഗ്യമന്ത്രിയുണ്ടെന്ന് മഷിയിട്ട് നോക്കിയാൽ കാണാനില്ലെന്ന് ആക്ഷേപം. നിയമസഭയിൽ കയറി കപ്പിത്താനെ തള്ളൽ മാത്രമാണ് വീണ ജോർജിന്റെ സ്ഥിരം പണി. PR വർക്കിന് പിണറായി തന്നെ കോടികൾ മുടക്കി സോഷ്യൽ മീഡിയ ടീമിനെ വെച്ചിട്ടുണ്ട്. എങ്കിലും മന്ത്രിമാർ ഓരോരുത്തരും ഓരോ PR വർക്കാണ്. അതിൽ പ്രധാനി വീണ ജോർജ് ആണെന്നും ആക്ഷേപം. ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നതിൽ ലജ്ജിക്കുന്നു. വകുപ്പ് മേധാവികളോട് കാലങ്ങളായി ഇരന്നിട്ടും അവഗണിക്കുകയാണെന്ന് യൂറോളജി വിഭാഗം മേധാവി തന്നെ ബോംബ് പൊട്ടിച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പിണറായി സർക്കാരിന്റെ മൂട്ടിലല്ലേ അത് പൊട്ടുക? ആ പൊട്ടിയതിന്റെ പൊള്ളലിൽ തള്ളുമന്ത്രിയെ കളത്തിലിറക്കി പിണറായി ഡയലോഗ് അടുപ്പിച്ചിരിക്കുന്നത്. വീണ ജോർജ് വന്നു, പതിവ് പോലെ ഗംഭീര തള്ളലായിരുന്നു. നാട്ടുകാരുടെ തെറിവിളി കേട്ടതോടെ മന്ത്രി പക്ഷേ മോങ്ങലോട് മോങ്ങലാണ്. വിഷയം എങ്ങനെയും ചവിട്ടി ഒതുക്കണം സർക്കാരിന്. കാരണം CPM കുടുംബത്തിൽപ്പെട്ട ആള് തന്നെയാണ് ബോംബ് പൊട്ടിച്ചത്. തിരുവനന്തപുരത്തെ പ്രമുഖ CPM നേതാവ് കരമന ഹരിയുടെ അടുത്ത ബന്ധുവാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അതായത് കരമന ഹരിയുടെ ഭാര്യ സഹോദരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുമായി ഏറെ അടുപ്പമുള്ള നേതാവാണ് കരമന ഹരി. പക്ഷേ ആ ബന്ധങ്ങളൊന്നും തന്റെ നേട്ടത്തിന് ഉപയോഗിക്കാത്ത വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അതുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സത്യസന്ധനെന്ന് മന്ത്രി വീണ ജോർജിനും പറയേണ്ടി വന്നത്. ഡോക്ടർമാരുടെ സംഘടനയും ഈ ഡോക്ടറെ പിന്തുണയ്ക്കുകയാണ്. ഇതാണ് ഈ ഡോക്ടറുടെ പ്രസക്തിക്കുള്ള തെളിവും. വിവാദമുണ്ടായി തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി വീണ ജോർജ് പ്രതികരിച്ച് രംഗത്തേക്ക് വന്നതിന് കാരണവും ഇതുതന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ എല്ലാം പരിശോധിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ സൗകര്യം വർദ്ധിച്ചതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 2021 2.5 ലക്ഷം പേരാണ് മെഡിക്കൽ കോളേജിൽ സൗജന്യ ചികിത്സ നേടിയതെങ്കിൽ 2024 6.5 ലക്ഷമാണ്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ സർക്കാർ ആശുപത്രികളിൽ IP-യിലും OP-യിലും എത്തുന്ന രോഗികളുടെയും സർജറികളുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. 10 വർഷം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപൂർവ രോഗത്തിന് ചികിത്സയുണ്ടായിരുന്നില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയപ്പോൾ രോഗി മരിച്ചുപോയി. ഇന്നിപ്പോൾ എത്ര ലിവർ ട്രാൻസ്പ്ലാന്റേഷനാണ് ഇവിടെ നടക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻസ് നടത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്ന വിഷയം സിസ്റ്റത്തിന്റെ പ്രശ്നമായി കാണേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സർക്കാർ ആശുപത്രികളിലും കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പോകാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു. ഡോക്ടർക്കെതിരെ നടപടി എടുക്കില്ല എന്ന സൂചനയാണ് മന്ത്രി വീണ ജോർജ് നൽകുന്നത്. നേരത്തെ ഡോക്ടർക്കെതിരെ നടപടി വരുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് സൂചന നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ എളുപ്പത്തിലൊന്നും ബന്ധപ്പെട്ട വകുപ്പിനോ അല്ലെങ്കിൽ സർക്കാരിനോ നടപടിയെടുക്കാൻ കഴിയുന്ന ഒരാളല്ല ഹാരിസ്. അതുകൊണ്ട് തന്നെ വീണ ജോർജും ഒന്നും മയപ്പെട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. സിസ്റ്റത്തിൽ സൂക്ഷ്മമായ തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ഹാരിസിന് തോന്നി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ്. അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ടാകാം അങ്ങനെ ചെയ്തത്. വേണ്ടപ്പെട്ടവരെ ചൂണ്ടിക്കാണിച്ചിട്ടും അത് സാധിക്കാതെ വന്നപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഇടത്ത് എത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിരിക്കാം. സിസ്റ്റം എന്നാൽ സർക്കാരും മറ്റ് സംവിധാനങ്ങളും അടങ്ങിയതാണ്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ. രോഗിയുടെ വിഷയം സ്വന്തം വിഷയമായി കരുതുന്നിടത്താണ് ഡോക്ടർ വിജയിക്കുന്നത്. ഡോക്ടറുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. സർക്കാർ ആശുപത്രികളെ അടച്ചാക്ഷേപിക്കരുത്. ഡേറ്റ പരിശോധിക്കണം. രോഗികളുടെ എണ്ണത്തിലെ വർധനവ് നമ്മൾ നോക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2021 3.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ നേടിയത് 2021 അത് 6.5 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. 3 വർഷം കൊണ്ട് എത്ര വലിയ വർധനവാണ്! നമ്മുടെ സർക്കാർ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു എന്നതിന് തെളിവാണ് ഇത്. ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത്. സാധാരണക്കാർ മാത്രമല്ല ഇന്ന് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. ചട്ടങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് ഭേദഗതി വരുത്തുന്നതിന് ഫയൽ അദാലത്ത് നടത്തി വരികയാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മന്ത്രി ഇത്ര വലിയ തള്ളലുകളൊക്കെ നടത്തുമ്പോഴും സാധാരണക്കാരന്റെ കാര്യം നടന്നില്ലെങ്കിലും മന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനൊക്കെ വീണ ജോർജിന് അറിയാം. വീണ ജോർജിന്റെ വകുപ്പിലിരുന്നു കൊണ്ട് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മറ്റു ചിലർക്കും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ചികിത്സ എത്രയും പെട്ടെന്ന് നടത്തിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെടാനൊക്കെ ഡോക്ടർമാരെ ബന്ധപ്പെടാൻ കഴിയും.
ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ശുപാർശയിൽ വന്ന രോഗിക്ക് മതിയായ ചികിത്സ കൊടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിയുടെ ഓഫീസ് ഡോക്ടറെ വിളിച്ച് വരുത്തി ശകാരിച്ചത്. അന്ന് പ്രിൻസിപ്പളും കൂടെ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ കെ സജീവനാണ് പ്രൈവറ്റ് സെക്രട്ടറി. AKG സെന്റർ സെക്രട്ടറിയായിരുന്നു മുൻപ് സജീവൻ. CPM സംസ്ഥാന കമ്മിറ്റി അംഗം. അതായത് സാധാരണക്കാർക്ക് ചികിത്സാ നഷ്ടം നേരിടുമ്പോഴും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നവർക്ക് കുറവുണ്ടായാൽ അതവർ പൊറുക്കില്ലെന്ന് സാരം. ശസ്ത്രക്രിയാ പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സംഭവത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണം സമഗ്രമായി അന്വേഷിക്കുമെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഓഫീസിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഡോക്ടർ തന്നെ പല വെളിപ്പെടുത്തലും നടത്തിയതും മന്ത്രിക്ക് വാ പൂട്ടിക്കെട്ടേണ്ടി വന്നതും. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. പരിശോധിക്കുമെന്ന് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടും വകുപ്പ് ഭരിക്കുന്ന ചില ഏമാന്മാരുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഹാരിസ്. തനിക്കു ചുറ്റും പരിമിതികളാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹാരിസ് ചിറക്കൽ താൻ പങ്കുവച്ച പോസ്റ്റ് പിന്നീട് പിൻവലിച്ചത് തനിക്കെതിരെ എന്തോ നീക്കം നടക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യ വകുപ്പ് വിശദീകരിക്കുകയാണ്. പക്ഷേ നടപടിയെടുക്കാൻ പോകുന്നത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിക്കെതിരെയാണ്. ഇപ്പോൾ വീണ ജോർജ് ഹാരിസിനെതിരെ നടപടി എടുക്കരുത് എന്ന് പറഞ്ഞാലും നടപടി എങ്ങനെയെങ്കിലും എടുപ്പിക്കാൻ ഹാരിസിനെ കള്ളനാക്കാൻ വേണ്ടി ഈ വകുപ്പിൽ ഒരു കൂട്ടർ കളിക്കുന്നുണ്ട്. കപ്പിത്താൻ തന്നെ ഇനി പറയേണ്ടി വരും ഹാരിസിനെ തൊട്ടുപോകരുതെന്ന്. കാരണം തൊട്ടാൽ ഇച്ചിരി കൈപൊള്ളും. ഡോക്ടറെ ആരോഗ്യവകുപ്പിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആക്ഷേപത്തിൽ നിർത്താൻ അഴിമതിക്കാരുടെ ശ്രമം നടക്കുന്നുണ്ട്. അവിടെയാണ് CPMന് പണി കിട്ടാൻ പോകുന്നത്. കാരണം ഹാരിസ് ചിറക്കലിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഇടത് രാഷ്ട്രീയമാണ്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിച്ചതുമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നതിന് ശേഷം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പങ്കുവച്ച പോസ്റ്റ് മതി അത് വ്യക്തമാകാൻ. അതിങ്ങനെയായിരുന്നു: 8 തവണ നിലമ്പൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന പരിഗണനയും സഹതാപവും, മുസ്ലിം ഭൂരിപക്ഷം മണ്ഡലം, അൻവറിന്റെ ഒപ്പം പോയ കുറേയധികം ഇടത് വോട്ടുകൾ, വളരെ പ്രതീക്ഷിതമായ ഭരണവിരുദ്ധ വോട്ടുകൾ, UDFനോട് ചേർന്ന് നിന്ന മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇതിനെയെല്ലാം നേരിട്ട് സ്വരാജ് നേടിയ 66,000-ൽ പരം വോട്ടാണ് ഈ ഇലക്ഷന്റെ ട്വിസ്റ്റ്. വളരെ മികച്ച പെർഫോമൻസ്. ഇതായിരുന്നു അന്ന് ഹാരിസ് ചിറക്കൽ പങ്കുവച്ച പോസ്റ്റ്. അതായത് നിലമ്പൂരിലെ കൂറ്റൻ തോൽവിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തിയ ഡോക്ടറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ഗൗരവത്തിൽ എടുത്തേ മതിയാകൂ സർക്കാരിന്. ഇത് മനസ്സിലാക്കിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും കരുതലോടെ തന്നെ പ്രതികരിച്ചത്. മന്ത്രി ഗൂഢാലോചനാ വാദം ഉയർത്തിയതുപോലുമില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ. അതായത് ഹാരിസിനെ ചൊടിപ്പിക്കുന്നത് അത്ര നല്ലതിനല്ല എന്ന് CPMകാർക്കും സർക്കാരിനും വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മയപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്.